പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ആദ്യമേ തന്നെ ദേവമാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിർമ്മല മേരി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബറിലാണ്. അതെനിക്ക് എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ ആദ്യം അങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും കേട്ടിട്ടില്ലായിരുന്നു, കൃപാസനം മാതാവ് അങ്ങനെയൊന്നും. അപ്പോൾ ഞാൻ നേഴ്സാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകാൻ ട്രൈ ചെയ്തത് UK ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം OET എഴുതി, എനിക്കതിൽ ലിസണിങ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് OET എഴുതി, എനിക്ക് ലിസണിങ് വേണമായിരുന്നു UK പോകാനായിട്ട്, ക്ലബിംഗ് സ്കോർ. അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് പീഡിയാട്രിക് വാർഡിൽ, കുട്ടികളുടെ വാർഡിലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, എന്തായാലും നീ പാസ്സാവും, മാതാവിനെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പള്ളി പോകുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തിനാ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, മാതാവിനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പാസ്സാവും. അങ്ങനെ എന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്ക് UK സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അത് എനിക്ക് മനസ്സുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇനി പോയില്ലെങ്കിൽ എന്താ, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പാസ്സായി. അവിടെ വാർഡിൽ നിൽക്കുമ്പോഴെൻ്റെ റിസൾട്ട് വന്നേ. പാസ്സായി കഴിഞ്ഞ് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, എന്തായാലും എന്നെ പാസ്സാക്കിയത് മാതാവ് ഈശോയാ, ഇനിയിപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി ഉടമ്പടി എടുക്കണം, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെ മാതാവിനെ പരീക്ഷിക്കുന്ന പോലെ എൻ്റെ പെരുമാറ്റം. അത് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുട്ടികളുടെ വാർഡ്. അപ്പോൾ 7 വയസ്സുള്ളൊരു ആൺകുട്ടിക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടാണ് അവന് ഫുൾ ഡോസ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് റിയാക്ഷൻ അടിച്ചു, ബോഡി മുഴുവൻ റെഡായിട്ട് റാഷസൊക്കെ വന്ന്. അപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിട്ട് 3 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കും ടെൻഷനായി, ആകെ വെപ്രാളം, അവൻ ICUലേക്ക് മാറ്റണു, അങ്ങനത്തെ സ്റ്റേജിലൊക്കെ എത്തി. അപ്പോൾ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അവനെ വേഗം സുഖപ്പെടുത്തുകയാണെങ്കിൽ, പഴയ പോലെ ആക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് മാതാവിനോട് പറഞ്ഞു. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ എല്ലാം വൈറ്റൽസൊക്കെ നോർമലായി, അവൻ പഴയ പോലെ തന്നെയായി. അപ്പം അന്നേരം എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ വന്നു. പിന്നെ ആ പറഞ്ഞതിൻ്റെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വരണം, മാതാവിനെ സ്നേഹിച്ചറിഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുത്തതല്ലായിരുന്നു. അന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പോയി. അങ്ങനെ പോയി, കാരണം UK OET പാസ്സായല്ലോ, ആ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അങ്ങനെ പോയി അവിടെ എത്തി. പിന്നെ ഡ്യൂട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിലാണ് UK റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എനിക്കിനി എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഞാനാണെങ്കിൽ ഉടമ്പടി പുതുക്കണില്ല. ഈ ഭാഗത്തേക്ക് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കണേ ഇല്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഉടമ്പടി ഞാൻ പുതുക്കുന്നില്ല. 2023 ഞാൻ ഫസ്റ്റായിട്ട് എടുത്തത്. അങ്ങനെ 24 എനിക്ക് തോന്നി ഇനി ജർമ്മൻ പഠിക്കാം. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബറിൽ ജർമ്മൻ പഠിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങി. അപ്പോഴും എന്നോട് ഓരോരുത്തർ പറയുന്നുണ്ട്, എടുത്ത ഉടമ്പടി പുതുക്ക്, പിന്നെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും ഇങ്ങനെ പോട്ടെ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പരീക്ഷ ആവുമ്പോൾ പോവാം, വീണ്ടും ഉടമ്പടി എടുക്കാം. ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് റീഡിങ് എനിക്ക് കിട്ടി, ലിസണിങ് കിട്ടി, റൈറ്റിങ്ങും കിട്ടി, ജർമ്മൻ B2 വരെ എത്തി, അതെല്ലാം പാസ്സായി. പക്ഷേ ഞാൻ പുതുക്കുന്നില്ലെങ്കിലും എപ്പോഴൊക്കെ എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നുണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്രമം കൈപിടിക്കുമായിരുന്നു. എനിക്ക് അഹങ്കാരം, ഞാൻ പാസ്സാവുന്നുണ്ടെങ്കിലും മാതാവ് എന്താ പറയുക, എന്നെ അനുഗ്രഹിച്ച് ആ 3 എക്സാം എന്നെ പാസ്സാക്കി. പക്ഷേ ഇനിയെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലണമല്ലോ. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. തേർഡ് അറ്റംപ്റ്റ് ഞാൻ ഡൽഹിയിൽ പോയിട്ടാണ് എഴുതിയത്. എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു. കാരണം ഞാൻ പഠിച്ച ടോപ്പിക്ക് എന്താണോ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞു, പഠിച്ച ടോപ്പിക്ക് തന്നെ വന്നു, എനിക്ക് നന്നായി പറയാൻ പറ്റി, അവർ ചോദിക്കുന്നത് മനസ്സിലായി, അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് പറ്റി. പക്ഷേ അതിന് ശേഷം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. ജയിക്കുന്ന ഞാൻ 100% വിചാരിച്ച എക്സാം ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് എക്സാമിന് ഒരു സീറ്റ്, എന്നെ നേരത്തെ അവർ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഇത് പാസ്സാവുന്നുള്ള കോൺഫിഡൻസിലിരുന്നു, പോയില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഈ സീറ്റ് ഇപ്പോഴും വേക്കൻ്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ഒരു പരീക്ഷ എഴുതിയാൽ 1 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരാം. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഞാൻ വെറുതെ കളഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ പോയി ഡേറ്റ് എടുത്തു.
ഡേറ്റ് എടുത്തതിന് ശേഷം ആ ഒരു എക്സാം വരെയുള്ള പീരീഡിൽ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കാണും. പിന്നെ രാവിലെയുള്ള പ്രത്യക്ഷീകരണം, അത് എനിക്ക് ആരും പറഞ്ഞില്ല, എനിക്ക് തന്നെ സ്വയം തോന്നി. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണും, മാതാവിനോട് പ്രാർത്ഥിക്കും. കാരണം എൻ്റെ ബുക്കുണ്ട്, അപ്പോൾ അതിൽ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലും. അങ്ങനെ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണതിനെ പറ്റി. ആദ്യമായിട്ട് പുതുക്കാൻ 2023 എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുന്നത് 2026 അപ്പോൾ അങ്ങനെ ഞാൻ പുതുക്കാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് എക്സാമിന് മുൻപായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എക്സാമിന് പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം, നമുക്കങ്ങനെ കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല, ഞാനപ്പോൾ ഡ്രസ്സുമ്മേ മാതാവിൻ്റെ കാശുരൂപം പിൻ ചെയ്ത് വെച്ചിട്ട് കയറി കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് നോക്കിയപ്പോൾ നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്. ആ ഡൽഹിയിൽ വന്ന സെയിം ടോപ്പിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിൻ്റ് ഔട്ടൊക്കെ ചെയ്ത് ഇവർ എക്സാമിനേഴ്സ് തന്നെ വിളിച്ചു. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര നാൾ നന്നായി പറഞ്ഞിരുന്ന ആ പോയിൻറ്റ്സ് എനിക്ക് പറയാൻ പറ്റണില്ല, നിന്നുപോയി. കുറേ വേർഡ്സൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് എന്ത് ചെയ്താൽ നന്നായി പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു എക്സാമിനേഴ്സിൻ്റെ മുഖമൊക്കെ ആകെ പോയി. പിന്നെ പാർട്ട്ണർ ചോദിച്ചപ്പോഴും ഞാൻ നിന്നുപോയി ആൻസർ പറയുന്നതിൽ. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ എന്നോട് ചോദിച്ചു, എന്താ പറ്റിയേ, എന്താ ഇങ്ങനെ നിന്ന് പോയേ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും മറുപടി പറയാനുണ്ടായില്ല. പക്ഷെ അപ്പോഴും മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണേ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇതും കിട്ടില്ല എന്ന് തന്നെ തോന്നണേ. കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ശരിക്കും പറയാൻ പറ്റിയില്ല. ഇത്ര നാളും നന്നായി പറഞ്ഞിട്ട് ഫെയിലായി. ഈ എക്സാം ആണെങ്കിൽ ആകെ കൊളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാലും ഞാൻ തീരുമാനിച്ചു, ജയിച്ചാലും തോറ്റാലും ശരി, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് വെറുതെ വന്ന് ഉടമ്പടി എടുത്തത്. ഈ വട്ടം പുതുക്കിയപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് മെയ് 1 ഞാൻ വന്നു. അങ്ങനെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഈ റാലി, അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ആദ്യം ഞാൻ വലിയ വിശ്വാസമില്ലാണ്ട് സാധാരണ പോലെ വന്നെടുത്തതാണ്. പക്ഷെ എന്നാലും ഞാൻ മോട് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ഇങ്ങനെ മുത്തുകൊടയോ ചന്ദനത്തിരി എന്തെങ്കിലും എനിക്ക് എടുക്കാൻ വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി അത് വഹിക്കാനായിട്ട് എനിക്ക് അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് അമ്മ എനിക്ക് അതിന് അവസരം തന്നു. അമ്മയ്ക്ക് മുത്തുകൊട പിടിക്കാനായിട്ട് എനിക്ക് പറ്റി. അങ്ങനെ എക്സാം ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ട് വീട്ടിലേക്ക് പോയി. പക്ഷെ പുതുക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ പുതുക്കൽ. കാരണം അത്രയും ഒരുങ്ങിയിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ വെയിറ്റ് ചെയ്തു. മെയ് 27 ഞാൻ ആദ്യമായിട്ട് കാരുണ്യ പ്രവർത്തിക്ക് ഞങ്ങളുടെ അടുത്ത് അഭയഭവൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയ്യാത്ത അമ്മമാരും കുട്ടികളൊക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് മെയ് മാസം 27 അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 9:30 ഇറങ്ങിയപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കാണ്. റിസൾട്ട് വന്നിട്ട് ഞാൻ അതിൽ പാസ്സായി. അതായത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ആ ഒരു ഇതിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് എന്നെ നിരാശയാക്കിയില്ല. മാതാവിനോടും പറഞ്ഞായിരുന്നു, ജയിച്ചാലും തോറ്റാലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കും. അതേ ഇതിൽ ഞാൻ ചെയ്തതുകൊണ്ട് മാതാവ് എന്നെ അതിൽ പാസ്സാക്കി. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും തടസ്സങ്ങളായിരുന്നു. ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞ് പിന്നീടാണ് അറിയണേ, ഞങ്ങളുടെ ഇൻ്റർവ്യൂ എടുത്ത ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻറ്റ് നിർത്താണ്, അവിടുത്തെ HR മാറിപ്പോവുക. അപ്പോൾ 4 പേർക്ക് മാത്രമേ അവിടേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വിഷമമായി, ഇത്ര നാളും കാത്തിരുന്നിട്ട് ഇങ്ങനെ കിട്ടി, ഇനിയിപ്പോൾ ഇതും കയ്യിൽ നിന്ന് പോവാണോ. അപ്പോൾ ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, എല്ലാം കൃത്യമായി തന്നെ ഉടമ്പടി ഞാൻ പാലിച്ചു പോന്നു. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് സൈൻ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപമായിട്ട് എനിക്കത് കിട്ടി. അത് ഞാനിപ്പോഴും അടർത്തി അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് നെക്സ്റ്റ്, അതായത് വേറെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഏജൻറ്റ് അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ഇനിയൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, ജർമ്മനിൽ വീണ്ടും പഠിച്ച ആദ്യം ഒന്നീന്ന്. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ ഇല്ലാതെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അമ്മ തരണം എന്ന് പ്രാർത്ഥിച്ചു. ശരിക്കും അത് അങ്ങനെയൊന്നും നടക്കില്ല, ഇൻ്റർവ്യൂ ഇല്ലാണ്ട് നമ്മളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോവുക, അതൊന്നും നടക്കുന്ന കാര്യമില്ല. പക്ഷേ അമ്മ ആ പ്രാർത്ഥനയും കേട്ടു. എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഞങ്ങൾ പോകാനിരുന്നതിനേക്കാളും ഒരു നല്ല ഹോസ്പിറ്റൽ, സിറ്റി ഏരിയയിൽ തന്നെയായിട്ടുള്ള നല്ല ഹോസ്പിറ്റലിലേക്ക് ആ മാറിപ്പോയ HR റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ, എനിക്കും ആ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ കോൺട്രാക്റ്റ് കിട്ടി, ഞങ്ങൾ വിസയ്ക്ക് വെച്ചു.
വിസയ്ക്ക് വെക്കുന്ന സമയത്ത് എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് എക്സാം ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾ മുന്നേ എഴുതിയതാണ്, അപ്പോൾ റിജക്ഷന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഒരു പ്രീ അപ്രൂവൽ എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്, നമുക്ക് റിജക്ഷൻ്റെ ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കിട്ടിയിട്ട് വിസയ്ക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, എന്തായാലും വിസയ്ക്ക് വെച്ചോ, എനിക്ക് കിട്ടും എന്ന് ആളെ നിർബന്ധിച്ച് ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. അപ്പോൾ പാസ്പോർട്ട് VFS സബ്മിറ്റ് ചെയ്യുന്നവരെ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പാസ്പോർട്ട് സമർപ്പിച്ച് മാതാവിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ VFS പോകുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അച്ഛൻ രേഖകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ ഒരു ദിവസം. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അതിൽ 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് വരുന്ന ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൽ ഞാൻ മെഴുകുതിരിയുടെ ഒരു തരി ഇട്ട് VFS ഓഫീസിൽ പോയി അവിടെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഇതും കൊണ്ട് കാശുരൂപം കൊണ്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ വിറക്കണ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾക്കറിയാം പാസ്പോർട്ട് ഓഫീസിൽ ചെന്നാൽ ബയോമെട്രിക്സ് നോക്കും, കൈയുടെ രേഖ. എനിക്കത് കിട്ടാറില്ല. എവിടെ പോയാലും ഒരു എക്സാമിനൊക്കെ പോയിട്ട് കാലുമേന്ന് വരെ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇനി ഇതിനും കൂടി ചെന്നിട്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് വിസ കിട്ടാതെ പോവോ എന്നൊരു പേടിയായിരുന്നു. അപ്പോൾ കൈമ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ആയാൽ നമ്മുടെ കൈ വിയർപ്പ് കൂടാ ചെയ്യാം. ഞാൻ എന്നാലും മാതാവിൻ്റെ തൈലം കൈമ തേച്ചിട്ട് ബയോമെട്രിക്സിന് കയറി. അത് എനിക്കൊരു തടസ്സമില്ലാതെ ആ ബയോമെട്രിക്സ് എനിക്ക് കിട്ടി. ഞാൻ വീട്ടിൽ വന്ന് ഡേറ്റ് എൻ്റെ വിസ ശരിക്കും ജൂലൈ ലാസ്റ്റായിരുന്നു വരണ്ടേ. പക്ഷെ എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു ജൂലൈ 20-ാം തീയതിക്ക് മുന്നേ എനിക്ക് എൻ്റെ വിസ അടിച്ച് കിട്ടണം. എനിക്ക് മാതാവ് ആ ഡേറ്റ് എനിക്കൊരു സൈനായിട്ട് എനിക്ക് കാണിച്ചു തരണം. മാതാവ് എനിക്ക് ഈ ഉടമ്പടിയിൽ കൃത്യമായിട്ട് പോയ എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ സൈൻ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അതുപോലെ ഞാനിത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്, അപ്പോൾ നീ ഉത്തരയും ധരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു. അങ്ങനെ എനിക്കന്ന് ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസം തന്നെ എൻ്റെ വിസ ഡിസ്പാച്ച് ആയതെന്ന് പറഞ്ഞു. കാരണം 30-ാം തീയതി കിട്ടേണ്ട വിസ ഡിസ്പാച്ച് ആയതെന്നും പറഞ്ഞ് 16-ാം തീയതി എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞ് 18-ാം തീയതി ഞാൻ ഇതുപോലെ അഭയഭവനിൽ ഹെൽപ്പ് ചെയ്യാൻ പോയി. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കോൾ വരാണ്, വിസ വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന്. അങ്ങനെ വിസ ലഭിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് പോവാം എന്നൊരിതിലായി. പക്ഷേ അപ്പോഴാണ് ഞങ്ങളുടെ ഏജൻറ്റ് പറയണേ, നിങ്ങൾ 3 പേരായിട്ട് ഞങ്ങൾ 3 പേരുടെ ശരിയായ 3 പേരായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം, അപ്പോൾ ഒരു കുട്ടിയുടെ കൂടി വരാണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അത് ഓക്കെ ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ആളുടെ വരണ കാണാനില്ല. അപ്പോൾ ലാഗ് ആയിക്കൊണ്ടിരിക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ ഇങ്ങനെ കൂടുന്നു. പിന്നെ നമ്മൾ ഒരു 3 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിസ കിട്ടിയിട്ടും ഒന്നും നടക്കണില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഓഗസ്റ്റ് 10 ഞാൻ ആ ഡേറ്റ് ഇട്ടു, ഓഗസ്റ്റ് 10-ന് മുന്നേ എനിക്ക് പോകാൻ പറ്റണം. അത്രയും മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയത് മെയ് 1-ാം തീയതി ആയിരുന്നു. ഓഗസ്റ്റ് 1-ാം തീയതിയിലേക്ക് എനിക്ക് കറക്റ്റ് 90 ദിവസം ആവും. അതായത് പുതുക്കി 3 മാസം കംപ്ലീറ്റ് ആവണം. ആ ദിവസം തന്നെ എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറയാണ്, നിനക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഈ മാസം 8-ാം തീയതി, അതായത് ഈ വരുന്ന ശനിയാഴ്ച പോവാമെന്ന് പറഞ്ഞ് ഏജൻറ്റ് വിളിച്ച് പറയാണ്. അതായത് ഞാൻ 3 വർഷമായിട്ട് ശ്രമിച്ച് കാത്തിരുന്നൊരു കാര്യം അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഒരു 3 മാസം കൊണ്ട് അമ്മ എനിക്കത് ആ ഒരു സമയ ചുരുക്കം ശരിക്കും അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. മാതാവ് ഇടപെട്ട് എനിക്ക് പരീക്ഷയിൽ ചെയ്യുകയാണെങ്കിലെല്ലാം മാതാവ് ഇടപെട്ട് എനിക്കത് നടത്തി തന്നു. പിന്നെ ഇതുപോലെ ഓരോ സയൻസ് മാതാവ് ഇങ്ങനെ കാണിച്ചു തരും. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ വേറൊരു നല്ല കമ്പനിയിൽ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ആളവിടെ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ട് പ്രാർത്ഥിക്കും, മാതാവ് ഇടപെടും. അപ്പോൾ ആളും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലൊരു സൈൻ, മാതാവ് ഒരു സൈൻ കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് ആ ദിവസം തന്നെ മാതാവ് ജോലി കൊടുത്തത് അവിടെ കുരുക്കഴിക്കണ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് പ്രസിദ്ധമായിട്ട്. ആ പള്ളിയുള്ള ഇടവകയിൽ, ആ പള്ളിയുള്ള ഒരു ഏരിയ, അവിടെ തന്നെ ആൾക്ക് ജോലി കിട്ടി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈ ഒരു 3 അത് വിശ്വസിച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്രയും അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ചെയ്യുന്നത്, അഭയഭവനിൽ പോവും, ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ പോവും. അവിടുത്തെ അമ്മമാരെ സഹായിക്കാൻ, അവരെ കുളിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പള്ളിയിൽ ഇപ്പോൾ ദേവാലയ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ ഞാൻ അവിടെ നിൽക്കും, ആൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. പിന്നെ ഇത് പത്രമാണെങ്കിൽ ഞാൻ വീടുകളിൽ, എൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളിലും പോയി കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഞാൻ അവർക്കും കൊടുക്കും. പിന്നെ ആത്മീയമായിട്ട് വളർച്ച എന്ന് പറഞ്ഞാൽ
കുർബാനയ്ക്കും പോവായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നൊരു ശീലം എനിക്കുണ്ടായി, മടി പിടിച്ചിട്ട്. പക്ഷേ ഉടമ്പടിയിൽ അത് പുതുക്കി ശരിയായി ചെയ്തേ പിന്നെ ഇന്നേ വരെ എനിക്ക് കുർബാന മുടക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കൃത്യമായി പോവും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ജപമാല ചൊല്ലാൻ എനിക്ക് മടിയായിരുന്നു. ഒരു ജപമാല ചൊല്ലാൻ, ദിവസത്തിലൊരു ജപമാല ചൊല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഞാനിപ്പം മാതാവിനോട് ജപമാല ചൊല്ലി ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 143 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നിർമ്മല മേരി ഇരിഞ്ഞാലക്കുട തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് തൻ്റെ അനുഭവസാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, എനിക്കൊരു പ്രാർത്ഥന ജീവിതമുള്ളതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നുള്ള ചോദ്യം. എന്നാൽ തുടർന്ന് തൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ പലതവണ പരിശുദ്ധ അമ്മയെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് പലതരത്തിലുള്ള സംശയത്തോടുള്ള ചിന്തകൾ വരുമ്പോഴും അത് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയോട് ഈ മകളെ ചേർക്കുകയായിരുന്നു. കാരണം പല വിധത്തിലുള്ള കടമ്പകളിലൂടെ കടന്നു പോയപ്പോഴും താനൊരു ജർമ്മനിലേക്ക് പോകുവാനായിട്ട് 3 വർഷം കൊണ്ട് ആഗ്രഹിച്ചത്, അത് പലപ്പോഴും ഒരു 3 മാസം കൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുക ചെയ്യുന്നത് ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഈ മകളുടെ ജീവിത ഒരുക്കം തന്നെയായിരുന്നു. കാരണം ഒരു പുതുക്കൽ കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് എങ്ങനെ ജീവിക്കണമെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട തരത്തിലേക്ക് ഈ മകൾ വളർന്നു വരികയും ചെയ്തത് പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ഈ മകളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ്. കാരണം ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുമ്പോഴും കൂടെയും പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഈ മകളുടെ വാക്കിൽ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കൂടെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മകളുടെ കൂടെ ഉണ്ടെന്നുള്ളത് സാക്ഷ്യത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഉടമ്പടിയുടെ പ്രകാരം ചേർന്നിരിക്കണമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവും തൻ്റെ തന്നെ ആത്മീയ ജീവിതത്തിലേക്കുള്ള വലിയ ഒരുക്കം തന്നെയാണ്. തനിക്ക് എങ്ങോട്ടേക്ക് പോകാനാണോ ആഗ്രഹിച്ചത്, ജർമ്മനിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇടപെടലിലൂടെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. 3 വർഷം നീണ്ടുപോയെങ്കിലും ആ 3 വർഷം ഒന്ന് കടന്നു പോകുന്നത് പലപ്പോഴും പരിശുദ്ധ അമ്മ തൻ്റെ മകനെ എപ്രകാരം വളർത്തിയോ ആ ഒരു ഒരുക്കം ഈ മകളെയും തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ 3 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമമായിട്ടത് ക്രമീകരിച്ചു കൊടുത്ത് ഈ മകളെ അനുഗ്രഹിച്ചു. ഇനി ഈ മകൾ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.